പറഞ്ഞാലും ചെയ്താലും സിഗ്നലിൽ റെഡ് ലൈറ്റ് ഗ്രീൻ ആവില്ല എന്നറിയാം. എന്നാലും ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഈ ആവശ്യമില്ലാത്ത ഹോണടികൾ ഹാപ്പൻസ് കൂടുതൽ ഇൻ ഇന്ത്യ എന്നാണ് ഒരു സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സർവേ നടത്തിയവർക്ക് ഇപ്പോഴും കേൾവിശക്തി ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ എന്റെ ചെവികൾ രണ്ടും ഈക്വലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ദിവസേ എന്റെ കഷ്ടകാലത്തിൽ ഞാനൊരു ഓട്ടോയിൽ കയറി. ഞാൻ കയറിയപ്പോ തുടങ്ങിയിട്ട് ഇറങ്ങുന്നത് വരെ ഡ്രൈവർ ചേട്ടൻ ഹോണിൽ നിന്ന് കൈയെടുത്തിട്ടില്ല. വഴിയിലുള്ളവരുടെ ഒക്കെ ചീത്തവിളി കേട്ടത് ഞാനും കൂടിയാ. കഴിഞ്ഞ ജന്മത്തിൽ ഹോൺ അടിക്കാത്തോണ്ട് ആക്സിഡന്റ് ഉണ്ടായി ഡെഡായ കക്ഷിയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും എന്റെ ചെവി അടഞ്ഞു പോയത് ഇതുവരെ മുഴുവൻ ഓപ്പൺ ആയിട്ടില്ല. സോ മൈ ഡിയർ ഡ്രൈവേഴ്സ്, ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ ഹോൺ എന്ന് പറയുന്നത്. സോ പ്ലീസ് യൂസ് ഇറ്റ് കെയർഫുള്ളി. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിൽ. ഇത് ഉങ്ങൾ RJ Pooja with you on Club FM with ton കണക്കിന് fun. It happens only in India. ചില സിനിമ കാണുമ്പോ നമുക്ക് തോന്നാറുണ്ട്, ഈ സിനിമയിൽ ഈ സീനിന്റെ ആവശ്യം എന്തായിരുന്നു, ഈ പാട്ടും സീനുമായി എന്താണ് ബന്ധം, ഈ ഹീറോയിന് എന്താണ് ഈ സിനിമയിൽ കാര്യം, ചിലപ്പോ ഈ സിനിമയെ എന്തിനുണ്ടായി എന്ന് വരെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? അങ്ങനെയുള്ളപ്പോ സിനിമയിൽ ഹീറോ അല്ലെങ്കിൽ വില്ലൻ സിഗരറ്റ് എന്തിന് വലിക്കുന്നു എന്നുള്ളതിന് റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ എന്ത് റീസൺ ആയിരിക്കും പറയാ? എന്തായാലും ഇനിയിപ്പോ സിനിമയ്ക്ക് തിരക്കഥ എഴുതുമ്പോൾ പുകവലി സീനുകൾക്ക് വ്യക്തമായ കാരണം കൂടി സെൻസർ ബോർഡിനെ ബോധിപ്പിക്കേണ്ടി വരും. ഇതുവരെ ഇംഗ്ലീഷ് പറയാൻ പറ്റും, വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. It happens only in India. ഇത് പൂജയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. Right now you are listening to Club FM, your favorite FM station. ഇവിടെ ഉണ്ട് ടൺ 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 കണക്കിന് ഫൺ. It happens only in India. പുകവലിയെ ഡിസ്കറേജ് ചെയ്യാനായി സിനിമകളിലെ പുകവലി സീനുകൾക്ക് മേൽ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ചക്ക അടിക്കുന്നത് എൻകറേജ് ചെയ്യാനായി ഇപ്പൊ റെയിൽവേ പുതിയ പരിപാടി തുടങ്ങിയിരിക്കാം. ദിസ് ഇസ് നോട്ട് എ ജോക്ക്, ഓക്കെ? ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ ആൻഡ് റെയിൽവേ സംയുക്തമായി ചക്ക കർഷകരുടെ ഉന്നമനത്തിനായി ഒരു സ്പെഷ്യൽ ട്രെയിൻ തന്നെ ചക്കയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ട്രെയിനുകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയി അവിടൊക്കെ ചക്ക എത്തിക്കും. ആഹാ, ചക്കയുടെ ഒരു യോഗേ. ട്രെയിനുകളിലേക്ക് കയറാനുള്ള ടൺ കണക്കിന് ചക്കകൾ ഇപ്പോൾ തൽക്കാലം ട്രക്കിൽ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ചക്കകൾക്കും ചക്ക കർഷകർക്കും സർവമംഗളം ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചക്ക ദിനം പാട്ട് കേൾക്കാം. ക്ലബ് എഫ്എമ്മിൽ ഇവിടെ ഉണ്ട് ടൺ കണക്കിന് ഫൺ. It happens only in India. കളിച്ച് ഇന്ത്യ ഒരു കണക്കിന് അഫ്ഗാനിസ്ഥാനോട് ജയിച്ചു. വിരാട് കോഹ്ലി ഹാഫ് സെഞ്ചുറി എടുത്തു. ധോണി ആസ് യൂഷ്വൽ ഹെലികോപ്റ്റർ ഷോട്ട് അടിച്ചു. ഇന്ത്യയെ ജയിപ്പിച്ചു. പക്ഷേ കളികൾ ഇനിയും ബാക്കിയുണ്ട്. എനിക്ക് പറയാൻ കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകളും ബാക്കിയുണ്ട്. പക്ഷേ സമയം ബാക്കിയില്ലല്ലോ. സോ അടുത്ത ആഴ്ച രാവിലെ 10 മണിക്ക് വീണ്ടും ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിൽ വണക്കം സൊല്ലും വരേക്കും. ദിസ് ഇസ് പൂജ, സൗണ്ട് മാസ്റ്റർ യെൽദോ, പ്രൊഡ്യൂസർ പാറുക്കുട്ടി സിംഗ്. സ്വസ്ഥ രഹിയേ, വ്യസ്ത് രഹിയേ और मस्त रहिए. इടയ്ക്ക് സമയം കിട്ടുമ്പോൾ मेल कीजिए. My mail ID is ithappens@clubfm.co.in.